Hello everyone. Welcome to Inside Research Analytics Weekly Market Report. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2026 ജൂൺ 8 മുതൽ 12 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചകളായി തുടർന്നിരുന്ന നഷ്ടങ്ങൾക്ക് വിരാമമിട്ട് ഇന്ത്യൻ ഓഹരി വിപണി ഈ ഒരാഴ്ച ശക്തമായ നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെൻസസ് 1284 പോയിന്റിലധികം ഉയർന്ന് 75,500 മുകളിലും നിഫ്റ്റി 23,600 മുകളിലും ക്ലോസ് ചെയ്തത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആഴ്ചയുടെ തുടക്കത്തിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷം, ഉയർന്ന ക്രൂഡ് ഓയിലിന്റെ വില, ഏഷ്യൻ വിപണിയിലെ ദൗർബല്യം എന്നിവ കാരണം വിപണി സമ്മർദ്ദത്തിലായിരുന്നുവെങ്കിലും പിന്നീട് സാഹചര്യം മാറുകയുണ്ടായി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ റിസ്ക് അപ്ഡേറ്റ് തിരിച്ചു വന്നു. വെള്ളിയാഴ്ച മാത്രം സെൻസസ് 1695 പോയിന്റും നിഫ്റ്റി 461 പോയിന്റും ഉയർന്ന് ഈ ഒരാഴ്ചയുടെ പ്രധാന ഹൈലൈറ്റ് ആയി മാറി. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ, ക്യാപിറ്റൽ ഗുഡ്സ്, ചില ലാർജ് ക്യാപ്സ് ഓഹരികൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് വിപണി മുന്നേറിയിട്ടുള്ളത്. എന്നാൽ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഇൻഡെക്സസ് വലിയ നേട്ടം കാണിക്കാത്തത് നിക്ഷേപകർ ഇപ്പോഴും സൂക്ഷ്മമായ സമീപനം തുടരുന്നുവെന്നതിന്റെ തെളിവാണ്. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി വിപണിയെ അലട്ടിയിരുന്ന ഭീതികൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും ആശ്വാസം ലഭിച്ച ഒരാഴ്ചയായിരുന്നു കടന്നുപോയത്. ഈ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി ഏറ്റവും വലിയ പോസിറ്റീവ് വാർത്തയായത് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച പുതിയ ഫോറെക്സ് ആപ്പ് സംവിധാനങ്ങളായിരുന്നു. വിദേശ കറൻസി ഫ്ലോ വർദ്ധിപ്പിക്കാനും രൂപയുടെ സ്ഥിരത ഉറപ്പാക്കാനുമാണ് RBI ഈ ഒരു നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിദേശത്ത് നിന്ന് സമാഹരിക്കുന്ന എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സിൽ നിന്നും ബാങ്കുകൾ സമാഹരിക്കുന്ന വിദേശ കറൻസി വായ്പകളും പ്രത്യേക ഡോളർ രൂപ സ്വാപ്പ് സംവിധാനം അനുവദിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ FCNR ഡെപ്പോസിറ്റുകൾക്കായും പുതിയ സ്വാപ്പ് സംവിധാനം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ വിദേശ നിക്ഷേപകരിൽ നിന്നും കൂടുതൽ ബാങ്കിംഗ് സംവിധാനത്തിലേക്കും കൂടുതൽ ഡോളർ ഒഴുക്കിയെത്താൻ സാധ്യതയുണ്ട്. രൂപയുടെ മൂല്യം സ്ഥിരത കൈവരിക്കുന്നതിനും വിദേശ നാണയ ശേഖരം ശക്തിപ്പെടുത്തുവാനും ഈ ഒരു പദ്ധതി സഹായകമാകും. ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ FBI സ്വീകരിച്ച ഈ ഒരു നീക്കം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ആത്മവിശ്വാസത്തിന്റെ തെളിവായി വിലയിരുത്തപ്പെടുകയാണ്. വിപണിയിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനും വിദേശ നിക്ഷേപകരുടെ വിശ്വാസം നിലനിർത്താനും ഈ ഒരു തീരുമാനം സഹായകമാകുമെന്നാണ് പ്രതീക്ഷയുള്ളത്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആഗോള വിപണി ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള വിഷയം. എന്നാൽ ഈ ഒരാഴ്ച അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ധാരണകളിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള സൂചനകൾ വന്നതോടെ വിപണി വലിയ ആശ്വാസമാണ് പ്രകടമാക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ചെറിയൊരു ഇടിവും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഉയർന്ന എണ്ണവില വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എണ്ണവില ഉയരുമ്പോൾ പണപ്പെരുപ്പം വർദ്ധിക്കുകയും രൂപയുടെ സമ്മർദ്ദം ഉണ്ടാവുകയും സർക്കാർ ധനകാര്യ പദ്ധതികൾക്ക് ബാധകമാവുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ സമാധാന സാധ്യതകൾ ഉയരുന്നതും എണ്ണവില നിയന്ത്രണത്തിലാകുന്നതും ഇന്ത്യൻ വിപണിക്ക് വലിയൊരു പോസിറ്റീവ് സൂചനയാണ്. എന്നിരുന്നാലും സാഹചര്യം ഇപ്പോഴും പൂർണ്ണമായി സ്ഥിരതയായിട്ടില്ല എന്ന് വേണം പറയാൻ. ഏതെങ്കിലും പുതിയ സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ എണ്ണവില വീണ്ടും കുതിച്ചുയരാൻ സാധ്യതയുള്ളതിനാൽ നിക്ഷേപകർ ഇപ്പോഴും ജാഗ്രതയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വരും ആഴ്ചകളിൽ എണ്ണവിലയും സ്വർണത്തിന്റെ വിലയും ഇന്ത്യൻ വിപണിയുടെ ദിശ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായി മാറും. ആഗോള സാമ്പത്തിക രംഗത്ത് ഈ ഒരാഴ്ച ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ളത് ചൈനയും അമേരിക്കയുടെയും സാമ്പത്തിക കണക്കുകളാണ്. ചൈനയുടെ കയറ്റുമതി മെയ് മാസത്തിൽ 19.4% ഉയർന്ന് റെക്കോർഡ് കടന്നു. സെമി കണ്ടക്ടേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഹാർഡ്വെയർ, ടെക്നോളജി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുള്ള ശക്തമായ ആവശ്യകതയാണ് ഇതിന് പിന്നിലുള്ള പ്രധാന കാരണമായി വന്നിട്ടുള്ളത്. അതേസമയം ചൈനയിലെ വിലക്കയറ്റം 3.9% ആയി ഉയർന്നത് ഊർജ്ജ വിലയും വലിയ ഉയരുന്നതിന്റെ സൂചനയാണ്. അമേരിക്കയിൽ PPI 6.5%, CPI 4.2% ഉയർന്നതും വിപണിക്ക് ആശങ്കയായി മാറിയിട്ടുണ്ട്. 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ഇൻഫ്ലേഷൻ നിരക്കാണ് അമേരിക്കയിൽ ഇപ്പോൾ കാണുന്നത്. ഇതോടെ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യത വീണ്ടും അനിശ്ചിതത്തിലായിരിക്കുകയാണ്. ഉയർന്ന പലിശ നിരക്കുകൾ തുടർന്നാൽ വിദേശ നിക്ഷേപം വികസിത വിപണിയിലേക്ക് ഒഴുകാനുള്ള സാധ്യത കൂടുകയാണ്. അതിനാൽ തന്നെ അമേരിക്കൻ സാമ്പത്തിക ഡേറ്റകൾ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയെ ശക്തമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്.
വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയുടെ ദിശ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ക്രൂഡ് ഓയിലിന്റെ വിലയുടെ വർധന, അമേരിക്കൻ ഇറാൻ സമാധാന ചർച്ചകളുടെ പുരോഗതി, വിദേശ നിക്ഷേപകരുടെ വാങ്ങൽ വിൽപ്പന നിലപാടുകൾ, രൂപയുടെ മൂല്യം, കൂടാതെ ആഗോള പണപ്പെരുപ്പ കണക്കുകൾ എന്നിവയായിരിക്കും. RBIയുടെ പുതിയ നടപടികൾ വിദേശ നാണയ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും രൂപ സ്ഥിരതയിലേക്ക് നയിക്കുവാൻ ചെയ്താൽ അത് വിപണിക്ക് കൂടുതൽ കരുത്തായി മാറുന്നതാണ്. അതേസമയം അമേരിക്കയിലെ ഉയർന്ന ഇൻഫ്ലേഷനും മിഡിൽ ഈസ്റ്റ് മേഖലയിലെ അനിശ്ചിതത്വവും വീണ്ടും സമ്മർദ്ദം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. നിഫ്റ്റി 23,600 മുകളിലായി നിലനിൽക്കുന്നത് ഒരു പോസിറ്റീവ് സിഗ്നൽ ആയിരുന്നുവെങ്കിലും അടുത്ത പ്രതിരോധ മേഖലകൾ മറികടക്കാൻ ശക്തമായ ആഭ്യന്തരവും ആഗോളവുമായ പിന്തുണയാണ് ആവശ്യമായിട്ടുള്ളത്. ദീർഘകാല നിക്ഷേപകർക്ക് മികച്ച കമ്പനിയിൽ ഘട്ടം ഘട്ടമായി നിക്ഷേപം തുടരാൻ അവസരമുണ്ടെങ്കിലും കുറച്ചു കാലത്തേക്ക് ട്രേഡേഴ്സ് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണിത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും ശക്തമായ അടിസ്ഥാന ഘടകങ്ങളോടെയാണ് മുന്നോട്ടു പോകുന്നത് എന്നതിനാൽ വിപണി ഇത്തരം ചാഞ്ചാട്ടങ്ങൾ നിക്ഷേപകർക്ക് അവസരമായി കണക്കാക്കാവുന്നതാണ്. കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റ്സിനും ആഴത്തിലുള്ള സാമ്പത്തിക വിശകലനത്തിനും ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.